നിനക്ക് രണ്ടിനും ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടായിരുന്നല്ലേ? നിങ്ങളുടെ സ്വന്തം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ പാവം കുട്ടിയുടെ ജീവൻ വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി? ഞാൻ ഇത്ര നാളും വിചാരിച്ചിരുന്നത് നിങ്ങൾ എനിക്ക് നല്ലപോലെ നോക്കുമെന്നാണ്. അല്ല ചേട്ടാ, എനിക്ക് മനസ്സിലായില്ല. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് അല്ലേ? അനുജ് പറയുന്നത് ശരിയല്ലേ? ഞങ്ങളോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റും ഇല്ല. ചേട്ടാ, ഒരു പക്ഷെ അച്ഛനിപ്പോ ഉണ്ടായിരുന്നെങ്കിലേ അദ്ദേഹവും പേരക്കുട്ടി രക്ഷിക്കാൻ ഇത് തന്നെ ചെയ്തേനെ. അഥവാ അനികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാലും ചേട്ടന് ഇതെന്താ പറ്റിയേ? ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അവൻ രക്ഷപ്പെട്ടു. അത് ഓർത്ത് സന്തോഷിക്കല്ല വേണ്ടത്. അവൻ എന്റെ രക്തമാണ്, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്, അല്ലേ? അത് വിട്ടാ പെങ്കൊച്ചിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം എന്താ? ചേട്ടനൊന്ന് പറഞ്ഞേ, ആ തെരുവിന്ന് വന്ന അനാഥ പെണ്ണിന് എന്താ ഇത്ര പ്രത്യേകത? ആ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ചേട്ടൻ ഇങ്ങനെ. അവൾ അങ്ങനെ ആരും ഇല്ലാത്തവളല്ല. അവൾ അനാഥ കുട്ടിയല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ഇനി നിങ്ങൾ അനാഥയെന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാൻ അവളെ എന്റെ മോളെ പോലെ കാണുന്നത്. പിന്നെ നിനക്ക് ഞാൻ എന്തുമാത്രം കാശ തന്നത്? ആ കാശൊക്കെ നിനക്ക് തന്ന ഭിക്ഷയായിട്ട് കരുതി നീ തന്നെ വെച്ചോ. ഞാൻ നിങ്ങൾ രണ്ടാളെയും ഡിസോൺ ചെയ്യുകയാണ്. ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല. ഇറങ്ങിപ്പോയിടുന്നത്. ഗെറ്റ് ഔട്ട്. ഡോക്ടർ, ഡോക്ടർ, അനികയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? അവള് സേഫ് ആണല്ലോ അല്ലേ? മിസ്റ്റർ അമർ, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനിക രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്കിൾ, അങ്കിളിന് എന്റെ അച്ഛനാകാൻ പറ്റുമോ? പ്ലീസ് അങ്കിൾ, പ്ലീസ്. നിങ്ങളുടെ മോളുടെ പേരും അനിക എന്നാണോ? അതെ. ഇതിപ്പോ സെയിം ടു സെയിം ആയിപ്പോയല്ലോ. എന്റെ പേരും അനിക എന്നാണ്. ഇനി സ്കൂളിൽ ആരെങ്കിലും ചോദിച്ചാ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ എനിക്ക് അച്ഛനുണ്ടെന്ന്. അദ്ദേഹം PTA മീറ്റിംഗിന് വരുമെന്നും പറയും. താങ്ക് യു അങ്കിൾ, എന്നെ സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. അങ്കിൾ ഇനി പൊക്കോ, ഞാൻ ശല്യം ചെയ്യില്ല.